ഒരു അഭിനേത്രി എന്ന നിലയിൽ പേരെടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിന്റെ പേരിൽ പഴിയും പേരുദോഷവും കേൾക്കേണ്ട ദൗർഭാഗ്യവുമുണ്ടായിരുന്നു ഇവർക്ക്. പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നാടകസമിതിയുടെ നടിയായതുകൊണ്ട് ബിയാട്രിസിന്റെ വിവാഹം വൈകിപ്പോകുകയായിരുന്നു. മണവാട്ടിയാകാൻ മനസ്സിനിഷ്ടപ്പെട്ട തൊഴിലും ജീവന് തുല്യം സ്നേഹിച്ച കലയും ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു ബിയാട്രിസിന്. KPSCയിൽ പോയപ്പോഴും ശേഷം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് എൻ്റെ വീട്ടുകാരെല്ലാവരും ഈ KPSC ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഈ പള്ളിയിൽ നിന്നെല്ലാം പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ പുറത്താക്കിയിട്ടുണ്ട്. പള്ളിയിൽ കുർബാന കാണാൻ പോകാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് വിലക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാൻ KPSCയിൽ പോയത് തന്നെ. അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ മുഴുവനും ഭയങ്കര പാർട്ടി ഇതൊക്കെ ഉള്ളതായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ എൻ്റെ കല്യാണം നടത്തിത്തരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ KPSCയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം എൻ്റെ മാരേജ് നടന്നത് തന്നെ. വിവാഹത്തോടെ അഭിനയവേദി വിട്ടുനിന്ന ബിയാട്രിസിന് വൈകാതെ തന്നെ നാടകരംഗത്തേക്ക് മടങ്ങേണ്ടി വന്നു. 2 മക്കളുമായി ഒരു വിധവയുടെ ജീവിത വേഷത്തിലായിരുന്നു അപ്പോഴിവർ. അറിയാവുന്ന തൊഴിൽ ചെയ്യുക മാത്രമായിരുന്നു ജീവിക്കാനുള്ള മാർഗം. പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് നാടകാരങ്ങിൽ പിടിച്ചു നിൽക്കാൻ 2ാം ഊഴത്തിൽ കഠിന പരിശ്രമം തന്നെ വേണ്ടിവന്നു ഈ കലാകാരിക്ക്. ഹസ്ബൻഡാണെങ്കിൽ ഒരു കലാകാരനായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ അടുത്ത നെയ്ബറായ വഴിയാണ് ഈ കല്യാണം ആലോചിച്ചത്. ഹസ്ബൻഡിന് ജോലി അന്ന് കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ നിന്നുള്ള ആലോചന വഴിയാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്ന് നേരിട്ട് കണ്ടുള്ള ആലോചന, അല്ലാണ്ട് പ്രേമവിവാഹമൊന്നും അല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ ഒരു ജീവിതം ഒരു ട്രാജഡി ആയിപ്പോയി. എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു. 2 വർഷം അവിടെ താമസമുള്ളൂ. അതിനുശേഷം പിന്നെ വീണ്ടും ഹസ്ബൻഡിന് പാരാലിസിസ് ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഹസ്ബൻഡിനെ നോക്കാൻ തന്നെ ഒരാൾ വേണം. അതുതന്നെ ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മരുന്ന് തന്നെയാണെങ്കിൽ ആ ഇഞ്ചക്ഷൻ ചെയ്തില്ലെങ്കിൽ പുള്ളി ഒന്ന് സംസാരിക്കുക പോലും ഇല്ല. അതുപോലത്തിലുള്ളൊരു അസുഖമായിരുന്നു, തളർച്ചയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും എന്നെ ഓരോരുത്തർ കാണാനൊക്കെ വരും, നാടകത്തിൽ വിളിക്കാൻ വരും. അപ്പോഴും പുള്ളിക്കാരന് അപ്പോഴും വിഷമമാണ്. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. അത് ചെയ്തത് കൊണ്ടാണ് പുള്ളി വർത്തമാനം പറയുന്നത്. എടുക്കുമ്പോൾ പുള്ളി വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. ആ ഒരു കാലഘട്ടം ഞാനൊരു 6 വർഷം വരെ ഈ കുട്ടികളായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭർത്താവിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ഭർത്താവിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു കൊടുക്കണം. എൻ്റെ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ചികിത്സിച്ച പോലെയായിരുന്നു. ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ട് 6 വർഷം വരെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായി, മരിക്കുകയും ചെയ്തു. മൂത്ത കുട്ടിക്ക് 5 വയസ്സ്, ഇളയ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് എൻ്റെ ആങ്ങളമാർ വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം വീണ്ടും KPSCയിൽ ഞാൻ ചെന്നത്. വീട്ടിൽ ചെന്നപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. അവൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു എന്നെ വിട്ട് പിരിഞ്ഞ് നിൽക്കാൻ വേണ്ടി. ഇളയ കുട്ടി മുല കുടിക്കുന്ന കുഞ്ഞാണ്, 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവർ 2 പേരെയും ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോൾ മൂത്ത കുട്ടിയെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് തന്നെ ആക്കി കേട്ട് ഇളയ കുട്ടിയും കൊണ്ടാണ് ഞാൻ പോയത്. KPSCയിലെ മുഖ്യവേഷക്കാരിൽ ഒരാളായിരുന്ന അഭിനേത്രിക്ക് 2ാം വരവിൽ അത്ര കണ്ട് വിജയിക്കാനായില്ല. ബിയാട്രിസിന്റെ താരപദവിക്കും അക്കാലത്ത് മങ്ങലേറ്റിരുന്നു. KPSCയിൽ നിന്ന് സ്വയം ഒഴിവാകുമ്പോൾ ഈ അഭിനേത്രിക്ക് മുന്നിൽ ജീവിതപാത ഇരുട്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീടാണ് സിനിമ വിളിക്കുന്നതും വേഷങ്ങൾ നൽകുന്നതും. അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം 2ാം ഭാഗമാണ് ഞാൻ അഭിനയിച്ചത്. ആ 2ാം ഭാഗം ഇന്നലെ ഇന്ന് നാളെ ആ നാടകത്തിലാണ് ഞാൻ 2ാം ഭാഗം അഭിനയിച്ചത്. ഈ 2ാം ഭാഗം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിൻ്റെ 2ാം ഭാഗമാണ്. അപ്പോൾ മാല 35 വയസ്സുള്ളൊരു മാലയായിട്ട് അഭിനയിച്ചത്, ലളിത 19 വയസ്സുള്ളൊരു പെൺകുട്ടിയായിട്ട്. അങ്ങനെ ഞങ്ങൾ അഭിനയിച്ചിരുന്നത്. ആ നാടകം കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോൾ ഒരുപാട് നാടകങ്ങൾ കഴിഞ്ഞു. ഇന്നലെ ഇന്ന് നാളെ ഇതോടുകൂടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മരണമില്ല എന്ന നാടകത്തോടുകൂടി ഞാൻ അവസാനം അവിടെ നിന്ന് പോകുന്നത് KPSCയിൽ നിന്ന്. KPSCയിലെ നാടക ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടവും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഞാൻ പോരാൻ നേരത്തുള്ള ആ ഒരു പ്രയാസം കൊണ്ട് ഉള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അവിടെ ഞാൻ പിരിഞ്ഞ് പോരണമല്ലോ, എനിക്ക് അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് ഭയങ്കര, എൻ്റെ ജീവിതം മുഴുവൻ അവിടെ നിന്ന് തുടങ്ങിയ അങ്ങനെയുള്ള പേരോടുകൂടി ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ നിലനിൽക്കണമെന്നായിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ഞാൻ ആകെ തകർന്നുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഒരു കൂട്ടുകുടുംബം പോലെയായിരുന്നു. ഞാനിപ്പോഴും എല്ലാവരോടും പറയാമെന്നുള്ളൂ, എനിക്ക്
പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബമായിരുന്നത്. നീ എവിടെ പോകുന്നടാ? സുന്ദരി ഒന്ന് കാണാൻ. എന്തിനാ? ഒരു കാര്യം പറയാൻ. എന്താ കാര്യം? രഹസ്യമാ. നാടകാരങ്ങിൽ ശോഭിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമ നല്ല സ്വീകരണം നൽകുന്ന കാലത്താണ് ബിയാട്രീസ് വെള്ളിത്തിരയിലെത്തുന്നത്. സിനിമയ്ക്ക് ഒരുപാട് ഉപയോഗിക്കാമായിരുന്ന മികവുറ്റ അഭിനേത്രിയായിരുന്നു ഇവർ. എന്നിട്ടും വളരെ കുറച്ചു കാലങ്ങളും വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളുമായി കളമൊഴിയേണ്ടി വരികയായിരുന്നു ഈ നടിക്ക്. എനിക്ക് സിനിമയ്ക്കകത്ത് വലിയ താല്പര്യമില്ലായിരുന്നു ഒന്നാമത്. രണ്ടാമത് അതിനെ പ്രോത്സാഹിപ്പിക്കാനും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക്, എൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ വേറെ ആരുമില്ല, എൻ്റെ 2 പെൺകുട്ടികളേ ഉള്ളൂ. ഞാൻ അതിനു വേണ്ടി പിന്നെ എനിക്ക് നാടകത്തിൽ നിന്ന് മാറി എനിക്ക് സിനിമാ ലോകത്തേക്ക് പോകണമെന്നൊരു താല്പര്യം എനിക്ക് വലുതായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ നാടകത്തിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അതാണ് ശരിയായിട്ടുള്ളത്. പിന്നെ ആരെങ്കിലും എന്നെ ക്ഷണിച്ചാൽ പോകാൻ തയ്യാറായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അങ്ങനെയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ സിനിമാ ലോകത്ത് ഞാനും കയറിപ്പോയിപ്പോയാനെ. പിന്നെ 1-2 സിനിമയിൽ ഞാൻ തല കാണിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. 2-3 ചെറിയ സീരിയലിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ അതിൽ അഭിനയിക്കണമെന്ന് വലിയ താല്പര്യം ഞാൻ കാണിച്ചിട്ടില്ല.